മുഖ്യമന്ത്രി ആര്? മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കങ്ങളാണ്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ തുടരുമ്പോൾ ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് വി.ഡി. സതീശൻ ക്യാമ്പ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ നാളെ എം.എൽ.എമാരുടെ മനസ്സറിയും. കേരളത്തിലേക്ക് തിരിക്കും മുമ്പ് നിരീക്ഷകർ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, പ്രഖ്യാപനങ്ങളാണ് ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നതെങ്കിലും അവിടെ സുപ്രധാനമായ ചില കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ആ കൂടിക്കാഴ്ചകളുടെ ബാക്കിയായിരിക്കും കേരളത്തിൽ നടക്കേണ്ടത്. എങ്ങനെയൊക്കെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ? ശ്രീജ, ഇന്ന് പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളും എല്ലാം ഉണ്ടായത് രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഡൽഹി സന്ദർശനം അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്രയുടെ DCC പ്രസിഡന്റുമാരുടെ നിയമനം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്കാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ എത്തിയത് എന്നാണ്. പക്ഷേ ആ കൂടിക്കാഴ്ചക്കിടയിലും ഈ കൂടിക്കാഴ്ചയ്ക്കായി തെരഞ്ഞെടുത്ത വേദി എന്ന് പറയുന്നത് സോണിയാഗാന്ധിയുടെ വസതിയാണ്. അവിടെ വെച്ച് കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒപ്പം രമേശ് ചെന്നിത്തലയും ആ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ രമേശ് ചെന്നിത്തല പറഞ്ഞത് സോണിയാഗാന്ധി കണ്ടില്ല, പക്ഷെ രാഹുൽ ഗാന്ധിയെ കണ്ടു. കേരളത്തിലെ വിജയത്തിൽ അഭിനന്ദിച്ചു. തികഞ്ഞ സന്തോഷവാനായാണ് താൻ മടങ്ങുന്നത് എന്നായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം നേരെ പോയത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലേക്കാണ്. പാർട്ടി അധ്യക്ഷനെയും കണ്ടതിന് ശേഷമാണ് രമേശ് ചെന്നിത്തല ഇന്ന് കേരളത്തിലേക്ക് മടങ്ങിയത്. അദ്ദേഹം മടങ്ങിയ വിമാനത്തിൽ തന്നെയാണ് കേരളത്തിലേക്കുള്ള AICC നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്കും അതോടൊപ്പം തന്നെ അജയ് മാക്കനും യാത്ര ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടോട് കൂടി ഇവർ കേരളത്തിൽ എത്തുമെന്നാണ് അറിയുന്നത്. നാളെയാണ് കേരളത്തിൽ നിർണായക യോഗം. എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകാനുള്ളത്. ആ പ്രഖ്യാപനത്തിന് മുൻപായുള്ള മറ്റു കൂടിയാലോചനകളെല്ലാം കേരളത്തിലാണ് നടക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെയും രമേശ് ചെന്നിത്തല തൻ്റെ ക്ലെയിം വ്യക്തമായി പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ ഇന്നത്തെ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കെ.സി. വേണുഗോപാലും ഇന്ന് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് പേരുകൾ, ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും മറ്റൊന്ന് കെ.സി. വേണുഗോപാലിൻ്റെയുമാണ്. രണ്ടുപേരും കൂടി ഇരുന്നാണ് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പങ്കെടുത്ത യോഗമാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്നത് എന്നതിനാൽ തന്നെ നിർണായകമായ പല ചർച്ചകളും ഒരുപക്ഷെ അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. സോണിയാഗാന്ധി ഉൾപ്പെടെ രമേശ് ചെന്നിത്തല നേരിൽ കണ്ട വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുമുണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും പാർട്ടിയുടെ ദേശീയ നേതാക്കളെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം കണ്ടതിന് ശേഷം തന്നെയാണ് രമേശ് ചെന്നിത്തല നാട്ടിലേക്ക് മടങ്ങുന്നത്. നാളെ നിരീക്ഷകർ കേരളത്തിലെ MLA-മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം നാളെ വൈകിട്ടോട് കൂടിയോ അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെയോ ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരായിരിക്കുമെന്ന് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിന്ന് നേതാക്കൾ കേരളത്തിലേക്ക് വരുന്നു. നാളെ ഇവിടുത്തെ MLA-മാരുടെ മനസ്സറിയുന്നു. അപ്പോൾ മറുവശത്ത് ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിക്കുകയാണ് സതീശൻ ക്യാമ്പ്.